ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ രാവിലെ നമ്മൾ എങ്ങോട്ടാ? നമ്മൾ 2 ദിവസം ട്രിപ്പ് പോവാണ് വാഗമൺ വരെ കേട്ടോ. അപ്പൊ നമ്മൾ വാഗമണിലേക്കുള്ള യാത്ര ഇവിടെ തുടരുകയാണ് ഗൈസ്. അപ്പൊ നേരെ വീട്ടിൽ പോയി സഞ്ജുവിന്റെ ബസ്സിലാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് നേരത്തെ ആയി പോയി കേട്ടോ. അവർക്ക് ലേറ്റ് ആവുന്നു. അപ്പൊ അണ്ണന്റെ പുതിയ ബസ് അവിടെ കിടക്കുന്നു. അങ്ങനെ അതിനകത്ത് കയറി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വിചാരിച്ചു. പഴയ പോലെ പുതിയ ഡിസൈനൊക്കെ വെച്ചിട്ട് പഴയ പോലെ വണ്ടികളുടെ ഇടയ്ക്ക് വെച്ച് വണ്ടിക്ക് ഡിസൈനും കൊടുത്തുവിടുന്നൊക്കെ ആയല്ലോ. ഇപ്പൊ വീണ്ടും ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്ത ശേഷം ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വെക്കാന്നുള്ളതായി. ടാക്സൊക്കെ കൂടുതൽ അടയ്ക്കണമെങ്കിലും അണ്ണൻ ഇപ്പം അടുത്ത് പുതിയ വണ്ടി സെറ്റായിട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ബസ്സിനകത്തൊക്കെ ഒന്ന് കയറി സെറ്റായിട്ട് കാണാൻ വേണ്ടി കയറി. സൂപ്പർ എന്ന് പറയാൻ പറ്റില്ല. ഇത്രയും നാൾ എടുത്തേക്കുന്ന എല്ലാ ബസ്സിനേക്കാളും നല്ല സെറ്റപ്പോട് കാര്യങ്ങളാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. സീറ്റൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നല്ലൊരു ഫെസിലിറ്റി ഒക്കെയാണ്. നമുക്ക് ചരിച്ചിട്ട് കിടക്കാം, ചാർജ് ചെയ്യാം, അങ്ങനെ നല്ല രീതിയിൽ ആൾക്കാർ ഉപയോഗിച്ചാൽ മാത്രം മതി കേട്ടോ, നശിപ്പിക്കാതെ. അപ്പോൾ കുഴപ്പമില്ല, നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് ആ വീഡിയോ ഒന്ന് ഞാൻ കാണിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ പുതിയ ബസ്സാണ്. ഇതൊരു പരസ്യം കാര്യങ്ങളൊന്നും അല്ല, നല്ല സൗകര്യമൊക്കെ നല്ല ബസ്സാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓട്ടത്തിനായിട്ട് വിളിക്കണമെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ അതാ നമുക്ക് ടി വിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചിട്ട് ഞാനിങ്ങനെ ഇറങ്ങി വെയിറ്റ് ചെയ്തെടുക്കാണ്. നമ്മുടെ വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. ഇതാ നമ്മുടെ വണ്ടി എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇതിലാണ് നമ്മൾ പോകുന്നത്. അവിടെ പോയി ചിറകിരുന്ന് എല്ലാവരെയും എടുത്തിട്ട് വരികയാണ് കേട്ടോ. വണ്ടി രാവിലെ തന്നെ പോയി എടുത്തിട്ട് വരികയാണ്. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ വണ്ടിക്കകത്ത് കയറി ഒന്നന്തരം പോളി മാസ് എന്ന് ഒന്നും പറയാൻ വാക്കുകളില്ല കുട്ടികളെ. അപ്പോൾ ഇതാ ഞങ്ങൾ കയറുന്ന വീഡിയോസ് എടുത്തു തന്നിട്ട് എനിക്ക് വെച്ചു. അപ്പോൾ അതുകൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ അവിടെ നിന്ന് കയറി അവിടെ നിന്ന് തന്നെ ആ പോളിച്ചാട്ടത്തിൽ ഡാൻസ് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് കയറി. അപ്പോൾ നമ്മുടെ കടവള ഏരിയ നമ്മൾ വിടുകയാണ്. നമ്മൾ ഇതിൻ്റെ അടുത്ത് വാഗമണി വെച്ച് കാണാം. അപ്പോൾ ഇതാ കയറിയിട്ട് നമ്മളെല്ലാവരും അപ്പോഴത്തെ ഡാൻസും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങറ്റം വരെ കുറച്ച് പേര് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു ഡാൻസും കാര്യം, അത് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് പിന്നെ വീണ്ടും കളിച്ചു. അങ്ങനെ ഫുള്ള് പോളിയായിട്ട് ഞങ്ങൾ പോയി കേട്ടോ. അപ്പോൾ എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടുമ്പോൾ ഒരു വൈബ്, ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കും നമ്മുടെ സ്ഥലം വിട്ടപ്പോൾ ചൂടിൻ്റെ ആഘാതം കുറഞ്ഞു, ചെറിയ തണുപ്പൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങി. അപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി വാഗമൺ കയറി തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വാഗമണിലേക്ക് കയറിയിരിക്കുന്നു. നല്ല തണുപ്പും നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലുണ്ടെങ്കിലും നല്ല ചൂടുണ്ടെങ്കിലും നമുക്ക് ഒരു ക്ഷീണവും കാര്യങ്ങളും ഇല്ല. കാരണം അതിനനുസരിച്ച് നല്ല തണുപ്പായിരുന്നു കേട്ടോ, നല്ല കാലാവസ്ഥയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഫോട്ടോ എടുക്കാനുള്ള സ്ഥലത്തെത്തിയപ്പോൾ ഡ്രൈവർ മാമ വണ്ടി നിർത്തുന്നു. അവിടെ ഇറങ്ങി നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ എടുത്ത് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് അങ്ങ് എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു മണി 2 മണിയൊക്കെ ആയി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നിർത്തി ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയപ്പോഴേ. അപ്പോൾ എന്തായാലും കണ്ടല്ലോ, നല്ലൊരു വ്യൂ അല്ലേ, എല്ലാവരും കാണൂ. അങ്ങനെ അടുത്ത് നമുക്ക് കുറച്ച് ഷോപ്പ് ചെയ്യാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തി നമ്മളെല്ലാം ഇപ്പോൾ ഈ ഐറ്റം കണ്ടു. ഞാൻ എന്തായാലും നോക്കിയിരിക്കായിരുന്നു കേട്ടോ ഇത് വാങ്ങിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങളിത് കണ്ടെത്തി ഇത് വാങ്ങിച്ചിരിക്കുന്നു ഗൈസ്. ഇത് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഒരു സംഭവത്തിൽ കീ കെട്ടി ചെവി പൊക്ക് നമുക്ക്
ഇടയ്ക്ക് വെച്ച് കോമഡിയിലൊക്കെ കണ്ടിട്ടുണ്ട്. കോമഡി നമ്മുടെ ഏതോ ഒരു കോമഡി ഞാൻ കണ്ടു. അപ്പോൾ നീ വിചാരിച്ചു ഇത് കാണുമ്പോൾ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ റിസോർട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഗീം പാലസ് റെസിഡൻസി എന്ന് പറയുന്ന റിസോർട്ടിൽ ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അന്ന് ഒരു ഏകദേശം ഒരു 2:30-3 മണിയായി കേട്ടോ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ. കാരണം ഇടയ്ക്ക് കുറേ സ്ഥലങ്ങൾ ഇറങ്ങി കുറേ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ട്. ബാക്ക് മൊത്തം കണ്ടില്ലേ, നല്ലൊരു വ്യൂ ആണ് കേട്ടോ. അപ്പം കൈ കാല് വേദനയുള്ള ആൾക്കാരൊക്കെ അതൊക്കെ മറന്ന് ഓടി കിടക്കാൻ കേട്ടോ. അങ്ങ് മേളുന്നേ ഇറങ്ങി വരണം എല്ലാവരും. അപ്പോൾ ധ്യാനം അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇറന്ന് പോകണം. അമ്മയുണ്ട്, ധ്യാനം ഉണ്ട്, നമ്മളെല്ലാവരും ഹാപ്പിയാണ് കേട്ടോ. സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ ട്രിപ്പാണ്. ട്രിപ്പായിരുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമ്മുടെ ഫുൾ ഗ്യാങ് അവിടെ നിന്ന് ഇറങ്ങി വരുന്നതേ ഉള്ളൂ. അപ്പോൾ രാത്രി നമുക്ക് അവിടെ നിന്നിട്ട് ഫുഡൊക്കെ അവിടെ നിന്നായിരുന്നു. ബെറോട്ട ആയിരുന്നു, ചില്ലി ചിക്കൻ ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു ഫുഡെന്ന് പറയാം. റൈസൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. പക്ഷെ രാവിലെ നമുക്ക് പൂരിയും കറിയൊക്കെ ഉണ്ടായിരുന്നു. അത് എനിക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ അതിനുശേഷം നമുക്ക് ക്യാമ്പ് ഫയർ പറഞ്ഞു തന്നിട്ട് ക്യാമ്പ് ഫയർ നമുക്ക് അവർ ക്യാൻസൽ എന്നാലും കുഴപ്പമില്ല, നമ്മൾ പൊളിച്ചു. അങ്ങനെ രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ മഞ്ഞ് കാണാൻ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ് കേട്ടോ. മൂടൽ മഞ്ഞ് കയറി കിടക്കുന്ന വാഗമൺ സൂപ്പർ സീനായിരുന്നു കേട്ടോ. നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. കാരണം എല്ലാവരും ഒക്കെ എണീറ്റ് വരുന്നേ ഉള്ളൂ. ഞങ്ങൾ കുറച്ചുപേര് മുമ്പേ ഇറങ്ങി മഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് മേളിൽ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോയി നല്ല വ്യൂ കിട്ടും കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ വന്നവരൊക്കെ വിളിച്ച് കൂട്ടി നമ്മൾ അങ്ങോട്ടൊക്കെ പോയി. അവിടെ പോയി ഒരു കോഫിക്ക് ഒരു ചായക്ക് കോഫിയൊക്കെ വാങ്ങി കുടിച്ച് ഞങ്ങളിങ്ങനെ സൂര്യൻ കണ്ടോ നമ്മുടെ ബാക്കിലോട്ട് ഇങ്ങനെ പിളർച്ച് ഉദിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബസ് കണ്ടു ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലത്തേക്ക് എല്ലാവരും വളർന്നു വന്നു. എല്ലാവരും കഴിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും മുട്ടക്കുന്ന് കാണാൻ പോയി ഗൈസ്. അപ്പോൾ നമ്മുടെ ഗ്യാങ് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അച്ചു അറിഞ്ഞില്ല എൻ്റെ കയ്യിൽ മറ്റേ എറിഞ്ഞ് പൊട്ടിക്കുന്ന ഒരു പടക്കം ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചുമ്മാ അവളെ എറിയുന്നതായിട്ട് ആക്ഷൻ കാണിച്ചിട്ട് അത് തറയിൽ എറിഞ്ഞ് പൊട്ടിച്ച ആൾ പേടിച്ചു കേട്ടോ. അപ്പോൾ പേടിച്ചിട്ട് ചാടുന്നൊരു ചാട്ടം അത് കൊള്ളായിരുന്നു. അങ്ങനെ ഞാൻ ചെന്ന വീഡിയോ ഇട്ട് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. അവൾ അറിഞ്ഞില്ല. പിന്നെ ഈ ഒരു ഐറ്റം കേട്ടോ, അഡ്വഞ്ചർ പാർക്കിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ വയ്യ കേട്ടോ. അതിലുള്ള ആൾക്കാരാണ് ചെയ്യുന്നത്. എന്നാൽ കൂടി നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഭയങ്കര പേടിയാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് താഴെ പാർക്കിയിട്ട് നമ്മൾ അഡ്വഞ്ചർ പാർക്കിലുള്ള ഐറ്റംസൊക്കെ ഒന്ന് എക്സ്പീരിയൻ ചെയ്യാൻ വേണ്ടി പോയി. ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനായിട്ട് പെർ ഹെഡ് 250 രൂപയാണ് ഗ്ലാസ് ബ്രിഡ്ജിൽ. അത് നമുക്ക് എൻട്രി ഫീസൊക്കെ അഫോർഡബിൾ ആണ്. 20-30 രൂപയേ ഉള്ളൂ അഡ്വഞ്ചർ പാർക്കിൽ. പിന്നെ ഇതിനൊക്കെ വേണം ഈ ഏരിയ എന്നുള്ള വെച്ചിട്ട് ഓരോന്നിനും ഓരോ റൈഡിൽ കയറണമെങ്കിൽ ഓരോന്നും സെപ്പറേറ്റ് ചാർജസ് ആണ് കേട്ടോ. സിബ് ലൈനൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ സിബ് ലൈൻ വേറെ സ്ഥലത്ത് എക്സ്പീരിയൻസ് ഇതൊക്കെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും എൻജോയ് ചെയ്യുന്നത് നല്ലതായിട്ടോ. ഒരു വർഷത്തെ ഒരിക്കൽ ഒരു ടൂറൊക്കെ നല്ലൊരു സംഭവമാണ്. അപ്പോൾ എൻ്റെ ഭാഗത്തോട്ട് പോകുമ്പോൾ ചെറിയ പേടിയൊക്കെ വരും. കാറ്റുകൾ വീശുകയാണെങ്കിൽ നല്ല പേടിയാവും കേട്ടോ. അങ്ങ് ഞങ്ങൾ എൻഡിൽ എത്തിയിട്ടില്ല. ഞങ്ങളിങ്ങനെ നടന്നിരുന്ന് പോകുന്ന കാണിക്കുമ്പോൾ തന്നെ ചെറിയൊരു പേടിയൊക്കെ കൊണ്ട് താഴോട്ടോട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഭാഗത്തെത്തി. എൻ്റെ ഭാഗത്തെത്തി കാറ്റ് വീശിയാൽ മാത്രമേ ഉള്ളൂ പ്രശ്നമില്ല. അതൊരു പ്രശ്നമില്ല കേട്ടോ. സൂപ്പറായിരുന്നു കേട്ടോ അതൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീണ്ടും ബസ്സിൽ കയറി. പിള്ളേരൊക്കെ പാട്ടൊക്കെ എടുത്ത് വൈബ് എടുത്തു. ഞങ്ങളും വൈബ് അടിച്ചു. എല്ലാവരും കിടന്ന് ഡാൻസും പാട്ടും സെറ്റപ്പൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ചു വരികയാണ് ഗൈസ്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച ശേഷം നമ്മൾ ഓരോരുത്തരുടെയും ഇപ്പോഴത്തെ ടൂറിൻ്റെ ഒരു അഭിപ്രായം കുറവുകളുണ്ടെങ്കിൽ അതും കൂടെ അടുത്ത പ്രാവശ്യം നമ്മൾ അതിലും മെച്ചപ്പെട്ട രീതിയിൽ സംഘാടകർ ചെയ്യുന്നതായിരിക്കും. അവ തലമൂത്ത ആളായ പഞ്ചമൂത്തത്തിന് തന്നെ തുടങ്ങാം. അഭിപ്രായം പറയാനൊന്നുമില്ല. ഇവരുടെ കൂടെയുള്ള യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫുൾ വൈബാണ് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇത്ര ഏജായ നമ്മൾ ഏറ്റവും അനീഷത്തേക്ക് മൂത്തേച്ചനാണ്. പുള്ളിക്കാരൻ എന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അടുത്തിന് ഞാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ എൻജോയ് ചെയ്ത് കേട്ടോ. അങ്ങനെ നമ്മുടെ വാഗമൺ ട്രിപ്പിൽ വലുതായിട്ട് കാണാനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഇവരെല്ലാവർക്കും നല്ല വൈബായിരുന്നു കേട്ടോ. എല്ലാവരും ഇനി തിരിച്ച് വരും എന്നൊക്കെ പറഞ്ഞിട്ട് പോയേക്കാണ്. വലിയപ്പൊക്കെ എല്ലാവരും അഭിപ്രായം പറയുന്നുണ്ട്. ഞാനും ഒക്കെ അഭിപ്രായം പറയുന്നുണ്ട്. എല്ലാവരും അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട്
നമ്മുടെ ഈ വീഡിയോ ഒക്കെ ഇവിടെ തന്നെ അവസാനിക്കും. കാരണം നമ്മൾ ഏകദേശം ഒരു വീടൊക്കെ എത്താറായി. അപ്പോഴാണ് നമ്മളടുത്ത് പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഞാൻ അഭിപ്രായം പറഞ്ഞിട്ട് തല കാണാത്തത് ഗേസ് അത് ഷോർട്സ് ആയിട്ടാണ് ആരും എടുത്തത് കേട്ടോ. ഞാൻ പറഞ്ഞ അഭിപ്രായം പറഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് കൈയടിക്കുകയാണ് ഗേസ്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഒരു 2 ദിവസത്തെ ഒരു വീഡിയോ ആണ്. എല്ലാം ഒന്നും നിങ്ങളെ ബോറടിപ്പിക്കാതെ പെട്ടെന്ന് ഓടിച്ച് കാണിച്ചാണ് നമ്മൾ വാഗമൺ ട്രിപ്പ്. നമ്മളൊരു ഏകദേശം ഒരു 10-30 പേര് ചേർന്ന് പോയൊരു ട്രിപ്പാണ് കേട്ടോ. നമ്മുടെ ഫാമിലി തന്നെയാണ്, മൊത്തം നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്യാം. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്തെടുക്കാം കേട്ടോ. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ടാറ്റ, ബൈ ബൈ, സി യു.